വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയ പഴം വെച്ചിട്ട് ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന വളരെ സിമ്പിളായിട്ടൊരു സ്നാക്കാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ പഴത്തിൻ്റെ ഏത് വെറൈറ്റി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് വന്നത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കട്ടയൊക്കെ ഇല്ല നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കരയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര പൊടിയാക്കി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ജാഗിരി പൗഡർ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടാനുണ്ട്. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമുക്ക് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചത്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ നമുക്ക് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് അല്ലെങ്കിൽ കറുത്ത ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മധുരം ഒക്കെ ഒന്ന് ഈ ഒരു ശർക്കരയുടെ മധുരവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, പഴത്തിൻ്റെ മധുരമൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. സ്പൂൺ കൊണ്ട് നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ജീരകത്തിൻ്റെയും ഏലക്കായൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വാഴൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ വാഴയില നമ്മളിത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒരു കുമ്പിൾ പോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. പണ്ട് നമ്മൾ പ്ലാവിൻ്റെ ഇല കൊണ്ടൊക്കെ ചെയ്യില്ലേ കഞ്ഞി കുടിക്കാനൊക്കെ, അതുപോലെ ആ ഒരു കുമ്പിൾ പോലെ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ പേപ്പർ വെച്ചിട്ടൊക്കെ കടലിൻ്റെ ഒരു കോണൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തോട്ടൊന്നും പോകുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ മാവ് എത്രയാണുള്ളതിനനുസരിച്ച് നമ്മളെല്ലാം ചെയ്തെടുക്കുകയാണ്. നമുക്കിത് ഏകദേശം 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി പാത്രം ഞാനിത് ഇതുപോലെ ആവിയിൽ ഇങ്ങനെ പലഹാരം വേവിക്കാനൊക്കെ മാത്രം എടുക്കുന്നുണ്ട്. ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാറില്ല, അത് കുറച്ചിങ്ങനെ പഴയതാണ്. അപ്പോൾ ഈ ഇലയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ കറയൊക്കെ ആവും, അതുകൊണ്ട് ഞാൻ പുതിയതിലേക്ക് എടുക്കാറില്ല കേട്ടോ. അപ്പം നമ്മളിത് ഇതുപോലെ ഈ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടൊന്നിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. കുറച്ച് സമയം മതി കേട്ടോ. ഏകദേശം ഒരുപാട് അങ്ങനെ വേവാനുള്ളതൊന്നുമില്ല. ഒരു 10-12 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഇത് അതിൻ്റെ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ടാവും. വാഴ ഇലൻ്റെ കളറാണെങ്കിലും മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു മാവാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല ഉറപ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഓഫ് ചെയ്തിട്ട് ഇത് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിതിലിപ്പം അരിപ്പൊടിയാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറിന് ശേഷം ആ ഒരു തൊലി ഒന്ന് പൊളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കുമ്പിളിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു റൗണ്ടായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കോൺ പോലെ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ജീരകവും അതുപോലെ കരിഞ്ജീരകവും തേങ്ങയും എല്ലാം കൂടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പല ടൈപ്പിൽ ഇലയുടെയും ചക്കേൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ നമുക്ക് പഴം ഇങ്ങനെ ഒരുപാട് പഴുത്തിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം, ഇനി അവിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിതിൽ റെസിപ്പി മാറ്റി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.